ഫൈസൽ, ആ വോയിസ് ചാറ്റ് കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഒരു കൊലപാതകം നടത്തിയ ശേഷം വളരെ നിസ്സാരവൽക്കരിച്ച് അത് പേടിക്കേണ്ടതില്ല, അവൻ നമുക്ക് എല്ലാവരും കൂടി ചേർന്നടിച്ചതല്ലേ, കേസ് ഉണ്ടാവില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമാണെന്ന് കൂടെ ആലോചിക്കണം. ഫൈസൽ, ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. കാരണം ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കൂടിയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എത്ര പേരാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്? ആർക്കൊക്കെതിരെയാണ് ഈ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് കീഴിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൊലക്കുറ്റം എന്നുള്ളത് നിലനിൽക്കുന്നതാണോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ജിൽസി, കേസുമായി ഇന്നലെ തന്നെ 5 വിദ്യാർത്ഥികളെയാണ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ 5 വിദ്യാർത്ഥികളെ ഇന്നലെ തന്നെ ഈ പറയുന്ന സംഘർഷം നടന്ന ഇടത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ വിവരങ്ങൾ, ആവശ്യമായ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ച് ഈ ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നലെ വരെ നമുക്കറിയാം ഈ ഒരു വിഷയം സംഘം ചേർന്ന് ആക്രമിക്കുക, വധശ്രമം എന്നുള്ള ഈ 2 വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ 12-ഓടുകൂടി ഈ ഷഹബാസിന്റെ മരണം സ്ഥിരീകരിക്കുന്നതോടുകൂടി ഈ കേസിന്റെ ഗതി തന്നെ മാറുകയാണ്. കൊലക്കുറ്റം ഇപ്പോൾ ഇന്ന് രാവിലെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഈ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആണ്, 18 വയസ്സിന് താഴെയുള്ള മൈനർ ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അത്തരത്തിൽ ഏത് തരത്തിൽ ഈ കേസ് നിലനിൽക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ എത്തരത്തിൽ ഈ കേസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കിനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ കൊലക്കുറ്റം ചുമത്തി ഇനി 11 മണിക്ക് ഈ 5 വിദ്യാർത്ഥികൾ, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 5 വിദ്യാർത്ഥികളെ ഇന്ന് വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. ഈ 5 വിദ്യാർത്ഥികളെ ഇന്ന് ജുവനൈൽ ജസ്റ്റിസിന് മുമ്പ് രാവിലെ 11 മണിക്ക് ഹാജരാക്കുമെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മണിയോട് കൂടി തന്നെ താമരശ്ശേരി പോലീസ് ഇവിടേക്ക് എത്തി. ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 10 മണിക്ക് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ ആരംഭിക്കും. 11:15 കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൈനർ ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ഇനി 11 മണിക്ക് ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ ഹാജരാക്കി അവിടെ നിന്നായിരിക്കും കൂടുതൽ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റ് ഈ കുട്ടികൾക്ക് മുകളിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണമെന്നും, അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും, കൂടുതൽ കുട്ടികൾ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത വരികയുള്ളൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരം വിശദീകരണങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരേണ്ടതുണ്ട്. 11 മണിക്ക് 11 മണിയോട് കൂടി തന്നെ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കുട്ടികളിൽ ഏതൊക്കെ വകുപ്പുകൾ ഈ ഒരു വിഷയത്തിൽ ചുമത്തുമെന്നുള്ള